ആരാധന മൂത്ത് നിർമ്മിച്ച ട്രംപ് ക്ഷേത്രത്തിനോട് ത്രില്ലുപോയി ഒരു ഗ്രാമം. ട്രംപിനെ ആരാധിക്കുന്ന ക്ഷേത്രം പണിതത് തെലങ്കാനയിലാണ്. ട്രംപ് നെറുകേട് കാട്ടിയതോടെ ക്ഷേത്രവും ജനം ഉപേക്ഷിച്ചു. ബുസ്സ കൃഷ്ണ എന്ന കർഷകനാണ് ട്രംപിനോടുള്ള ആരാധനയുടെ പേരിൽ ക്ഷേത്രം നിർമ്മിച്ചത്. ഡൊണാൾഡ് ട്രംപിനെ സ്വപ്നത്തിൽ കണ്ടതിനു പിന്നാലെയായിരുന്നു ക്ഷേത്ര നിർമ്മാണം. സ്വപ്നം പിന്തുടർന്ന് 2018 പൂജാമുറിയിൽ ട്രംപിന്റെ ചിത്രം വെച്ചായിരുന്നു തുടക്കം. പിന്നീട് ക്ഷേത്രമാക്കി ദിവസവും ആരാധന നടത്തി. 2019 ആയപ്പോഴേക്കും ട്രംപിനോടുള്ള സ്നേഹം അങ്ങേയറ്റമെത്തി. ഏകദേശം 2 ലക്ഷം രൂപ ചെലവഴിച്ച് കൃഷ്ണ വീടിന് പുറത്ത് 6 അടി ഉയരമുള്ള ട്രംപിന്റെ പ്രതിമ നിർമ്മിച്ചു. പ്രതിമ പൂമാലകൾ കൊണ്ട് അലങ്കരിച്ചു, പാലിൽ കുളിപ്പിച്ചു. വീടിന്റെ ചുവരുകളിൽ ഗ്രാഫിറ്റിയും പോസ്റ്ററുകളും നിറച്ചു. അതോടെ നാട്ടുകാർ അദ്ദേഹത്തെ ട്രംപ് കൃഷ്ണ എന്ന് വിളിക്കാൻ തുടങ്ങി. ട്രംപിന്റെ ഒരു ഫോട്ടോ എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ കൊണ്ടു നടന്നു. ട്രംപിന്റെ ചിത്രമുള്ള ടീഷർട്ടുകൾ ധരിച്ചു. ട്രംപിന് തിരിച്ചടിയുണ്ടായപ്പോൾ ഉപവാസം അനുഷ്ഠിച്ചു. ഏറ്റവും കൗതുകമായ കാര്യം, ട്രംപിന് കോവിഡ് പോസിറ്റീവായപ്പോൾ അദ്ദേഹം പ്രാർത്ഥനകളിൽ തന്നെ മുഴുകി. US പ്രസിഡന്റിന്റെ രോഗശാന്തിക്കായി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന വീഡിയോ പോലും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. 2020 ഒക്ടോബറിൽ 33-ാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് കൃഷ്ണ മരിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷവും ക്ഷേത്രത്തിൽ പൂജകൾ തുടർന്നു. പ്രത്യേകിച്ചും ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് ശേഷം ഗ്രാമവാസികളും ബന്ധുക്കളും ക്ഷേത്രത്തിലെത്തി പ്രതിമ വൃത്തിയാക്കി പൂമാലകൾ അണിയിച്ചു. എന്നാൽ ട്രംപ് ഇന്ത്യക്കെതിരെ തിരിഞ്ഞതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ട്രംപ് ക്ഷേത്രത്തെ രാജ്യവിരുദ്ധമായാണ് പലരും കാണുന്നത്. അത് പൊളിച്ചു മാറ്റണമെന്ന ആവശ്യവും ഇന്നുയരുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ തെലങ്കാനക്കാർക്ക് ട്രംപ് ക്ഷേത്രം വലിയൊരു തലവേദന തന്നെയാണ്. വാസ്തവത്തിൽ ഈ ക്ഷേത്രം ഇപ്പോൾ പറഞ്ഞു ചിരിക്കാനുള്ള മികച്ച കണ്ടന്റ് ആണ്.